കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമഹത്വത്തോടെ ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആന്തരിക മനുഷ്യൻ അനുദിനം ശക്തി പ്രാപിക്കുവാൻ നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് ആവശ്യമാണ്. ഒരു മനുഷ്യനിൽ ബാഹ്യ മനുഷ്യനും ആന്തരിക മനുഷ്യനും ഉണ്ട്. ദൈവഹിതം അറിയുവാൻ മനുഷ്യനോട് ദൈവം സംസാരിക്കുന്നുമുണ്ട്. എന്നാൽ ഇന്ന് മനുഷ്യന് ദൈവഹിതം മനസ്സിലാക്കാത്തത് പരിശുദ്ധാത്മാവ് സംസാരിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് മനുഷ്യന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. സ്നേഹമുള്ളവരെ, ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഹൃദയത്തിൽ വചനം നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് കടന്നു വരികയും നമ്മുടെ ആത്മാവിനോട് സംസാരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആത്മാവിന്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുവാനും ശരീരത്തിന്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതിരിക്കുവാനും നമ്മെ പഠിപ്പിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം വ്യക്തമാക്കുന്നു: ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ആന്തരിക മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവും മനസ്സും കൂടി ചേർന്നുള്ളതാണ്. എന്നാൽ ബാഹ്യ മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരവും മനസ്സും കൂടി ചേർന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, ആന്തരിക മനുഷ്യനും ബാഹ്യ മനുഷ്യനും ഉപയോഗിക്കുവാൻ മനസ്സ് മാത്രമാണുള്ളത്. അതുകൊണ്ട് ശരീരവും ആത്മാവും അവരുടെ ഇഷ്ടം ചെയ്യുവാൻ മനസ്സിനെ നിർബന്ധിക്കുന്നു. ശരീരം ശരീരത്തിന്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുവാൻ മനസ്സിനെ പ്രേരിപ്പിക്കുന്നു. ആത്മാവ് ദൈവഹിതം പ്രവർത്തിക്കുവാൻ മനസ്സിനെ പ്രേരിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, ദൈവം എപ്പോഴും സംസാരിക്കുന്നത് നമ്മുടെ ആത്മാവിലൂടെയാണ്, പരിശുദ്ധാത്മാവിലൂടെയാണ്. അതുകൊണ്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 13-ാം തിരുവചനത്തിലൂടെ പറയുന്നു: ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. സ്നേഹമുള്ളവരെ, ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകലരിലും നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കുറവുള്ള മേഖലകളിൽ അഭിഷേകത്തിന്റെ ശക്തി അഗ്നിജ്വാല പോലെ വ്യാപിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെല്ലാ മക്കളിലും പുതു സൃഷ്ടിയായി ഞങ്ങൾ മാറുവാൻ തക്ക വിധമുള്ള അഭിഷേകവും ചൊരിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ഹല്ലേലൂയ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ, ഇടിമുഴക്കത്തോടെ, അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകളെന്മേൽ പതിയണമേ. അഗ്നിനാവുകളെന്മേൽ പതിയണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ഹല്ലേലൂയ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. എല്ലാ നാമങ്ങൾക്കും മേലായി നിൽക്കുന്ന യേശുനാമത്തിന്റെ ശക്തിക്ക് മുൻപിൽ വ്യാപരിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളാകുന്ന ഭവനത്തിലേക്ക് കടന്നു വരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പുതിയ അഭിഷേകം ചൊരിയണമേ. ഹല്ലേലൂയ. ജാതികൾ തിരുമുൻപിൽ വിറയ്ക്കും വണ്ണം നിന്റെ നാമത്തെ വൈരികൾക്ക് വെളിപ്പെടുത്താൻ. ജാതികൾ തിരുമുൻപിൽ വിറയ്ക്കും വണ്ണം നിന്റെ നാമത്തെ വൈരികൾക്ക് വെളിപ്പെടുത്താൻ. തീ ചുള്ളികത്തും പോലെ നീ ഇറങ്ങണം, വെള്ളം തിളയ്ക്കുന്ന പോലെ നീ കവിയണമേ. തീ ചുള്ളികത്തും പോലെ
അഭിഷേകം പകരണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് നിറയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഞങ്ങൾ ഓരോ മക്കളുടെയും ഹൃദയങ്ങളിലേക്ക് അങ്ങയുടെ പുതു ചൈതന്യമായി കടന്നു വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങ് വസിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് ഞങ്ങളിലുള്ള സകല പാപത്തിന്റെ കെട്ടുകളെയും കത്തിച്ചാമ്പലാക്കുവാൻ കടന്നു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതു ചൈതന്യം നിറച്ചുകൊണ്ട് ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. മലകൾ തിരുമുൻപിൽ ഉരുകും വണ്ണം നീ ആകാശം കീറിയന്മേലിറങ്ങണമേ. മലകൾ തിരുമുൻപിൽ ഉരുകും വണ്ണം നീ ആകാശം കീറിയന്മേലിറങ്ങണമേ. ആലയം പുക കൊണ്ടു നിറഞ്ഞ പോലെ അഗ്നിയാന്റെ ഉള്ളം നീ നിറയ്ക്കണമേ. ആലയം പുക കൊണ്ടു നിറഞ്ഞ പോലെ അഗ്നിയാലന്റെ ഉള്ളം നീ നിറയ്ക്കണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. ഇന്ന് വിശ്വാസത്തിന്റെ ചുവടുകൾ വയ്ക്കുവാൻ തയ്യാറാകുന്നവരുടെ ജീവിതത്തിൽ ദൈവം പുതുവഴികൾ തുറക്കും. ആ പുതുവഴികളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മോശയ്ക്ക് മുമ്പിൽ കത്തിജ്വലിച്ച മുൾപ്പടർപ്പ് പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് എല്ലാ മക്കളിലും നിറയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. ഇസ്രായേലിൻ ജനത്തിന്റെ വിടുതലിനായി പണ്ട് മോശമേല തീ പകർന്നു കൊടുത്തവനെ. ഇസ്രായേലിൻ ജനത്തിന്റെ വിടുതലിനായി പണ്ട് മോശമേല തീ പകർന്നു കൊടുത്തവനെ. തീയിൽ മുൾപ്പടർപ്പ് കത്തും പോലെ ഇറങ്ങണമേ. ആ തീയിൽ നിന്നും എന്നെയും നീ വിളിക്കണമേ. തീയിൽ മുൾപ്പടർപ്പ് കത്തും പോലെ ഇറങ്ങണമേ. ആ തീയിൽ നിന്നും എന്നെയും നീ വിളിക്കണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ, അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകളെന്മേൽ പതിയണമേ. അഗ്നിനാവുകളെന്മേൽ പതിയണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെല്ലാ മക്കളിലും പുതുജീവൻ പകരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകലരിലും പരിശുദ്ധാത്മാവിന്റെ പുതുജീവൻ നൽകുന്ന അഭിഷേകം ലഭിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.